നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതലായി ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒന്നാണ് മതേതരത്വം. ഈ മതേതരത്വം ആധുനിക കാലത്ത് എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു, അതിനെന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് നമുക്ക് ബോധ്യം വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പോ വരുന്ന സന്ദർഭത്തിൽ കേവല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി ആ മതേതരത്വ സങ്കല്പങ്ങളെ ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് വിപരീതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. ഇടത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ വലത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ആദ്യം പള്ളികളിലും അരമനകളിലും കയറിയിറങ്ങി മതനേതാക്കളുടെ അനുഗ്രഹാശിസുകൾ നേടുകയും അതുവഴി ആ മതത്തിലെ ആളുകളുടെ വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ്. ഇത് നമ്മുടെ ഈ വർഷവും ഈ തെരഞ്ഞെടുപ്പ്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇടത് സ്ഥാനാർത്ഥി ആദ്യമേ തന്നെ പെരുന്നയിലെത്തി. അതിനു മുമ്പ് അദ്ദേഹം ക്രിസ്തീയ ദേവാലയങ്ങളിലെത്തുകയും അതുപോലെ മതമേലധ്യക്ഷന്മാരെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്തു. അപ്പം മതേതരത്വം എന്ന് പറയുന്ന ഒരു കപടമുഖം എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ മതേതര ശക്തികൾ എന്ന് അവകാശപ്പെടുന്ന അവസരത്തിൽ പോലും അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എങ്ങനെ ഓരോ മതത്തിലുള്ള ആളുകളുടെയും വോട്ടുകൾ കരസ്ഥമാക്കാം എന്ന് എല്ലാവരും, BJPയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാത്തത്, അവർ ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് അവരതിന് അതീതരല്ല. പക്ഷെ അവരും പറയുന്നത് ഞങ്ങൾ മതേതരവാദികളാണ് എന്നുള്ള നിലയ്ക്കാണ്. നമുക്കറിയാം, കോട്ടയത്തെ കേരള കോൺഗ്രസും അതുപോലെ തന്നെ മലപ്പുറത്തെ മുസ്ലിം ലീഗും മതേതര പാർട്ടികളാണെന്ന് അവകാശപ്പെടുന്ന പാർട്ടികളാണ്. മതേതരത്വത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷെ ആ നിലയ്ക്ക് അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയുമോ? അവരുടെ പ്രവർത്തനങ്ങൾ മതാതീതമാണെന്ന് പറയാൻ കഴിയുമോ? അത് പരിശോധിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. സ്വാതന്ത്ര്യാനന്തരം വലതുപക്ഷ ഗവൺമെൻറ്റുകളും ഇടതുപക്ഷ ഗവൺമെൻറ്റും ഒക്കെ മാറി മാറി നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മതേതരത്വം അതുപോലെ തന്നെ സ്ഥിതി സമത്വം ഈ വക കാര്യങ്ങളിൽ കേരളം പ്രത്യേകമായ ഒരു നിലപാട് ഉള്ള സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം സാമൂഹ്യ സേവന മാർഗം എന്നതിലുപരി പണസമ്പാദനത്തിനുള്ള ഒരു മാർഗം കൂടി ആയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാന ചർച്ചാ വിഷയമാക്കിയത് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് കള്ളപ്പണത്തിൻ്റെ വിതരണത്തെ സംബന്ധിച്ചും കള്ളപ്പണം ഏറ്റുവാങ്ങിയതിനെ സംബന്ധിച്ചും ഒക്കെയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് മതാധിഷ്ഠിതമായിട്ടും ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അതേ അർത്ഥത്തിൽ തന്നെ പണാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്താറുള്ളത്. അനുയായികളെ ഇലക്ഷൻ്റെ തലേ ദിവസം വരെ ചൂടുപിടിച്ച പ്രചാരണ രംഗത്ത് മുൻനിർത്തി പ്രവർത്തിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പണത്തിൻ്റെ ആവശ്യം ഉണ്ട്. ഇതാരും സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവാക്കുന്നതല്ല. അത് വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. മുൻ വടകര MP-യും മുൻ KPCC പ്രസിഡൻറ്റുമായിരുന്ന വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ചു പറഞ്ഞതാണ്, 75 ലക്ഷം രൂപ കേന്ദ്രത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന ഫണ്ട്
ട്രെയിൻ യാത്രയ്ക്ക് അത് എത്തിയില്ല, അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് അദ്ദേഹം KPCC നേതൃത്വത്തിന് ഒരു കാലത്ത് പരാതി നൽകിയിരുന്നതാണ്. അതുപോലെ തന്നെ കൊടകര നമ്മൾ കണ്ടു, ഇലക്ഷൻ കാലത്ത് പിടിച്ച കള്ളപ്പണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കള്ളപ്പണം ത്തെക്കുറിച്ച് ഇത്തരത്തിൽ വരുന്ന പരാതികളും പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കത്തിലാണ്. നേരിട്ട് അല്ലാതെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ അനധികൃതമായിട്ട് പണപ്പിരിവ് നടത്തുകയും അത് വൻതോതിൽ പ്രചാരണ രംഗത്ത് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പണാധിഷ്ഠിതവും മതാധിഷ്ഠിതവുമായ ഗതിവിട്ട ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ പോകുന്നത് ജനാധിപത്യത്തിന് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയായിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.